ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് തേർഡ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂവിന് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചാപ്റ്ററാണ്. ഇതുവരെ നമ്മൾ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആവുന്നതും അത് കമൻസ് ചെയ്യുന്നതും എല്ലാം പഠിച്ചു. അപ്പോൾ ഇൻകോർപ്പറേറ്റ് ആകുമ്പോൾ അതിനകത്ത് പാർട്ട്നേഴ്സ്, അവരുടെ പ്രൊമോട്ടേഴ്സ്, അവരുടെ പാർട്ട്നേഴ്സ് എല്ലാം കൂടെ, മീൻസ് അതിൻ്റെ സബ്സ്ക്രൈബ് മെമ്പേഴ്സ് എല്ലാം കൂടെ അത് ഒരു പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകുമെന്ന് എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് മാത്രം പോരാ ഒരു ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ബിസിനസ് റൺ ചെയ്യുന്നതിന് കുറച്ചുകൂടി ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കമ്പനി അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് ഈ പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആദ്യം നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്ഷൻ 23 മുതൽ 42 വരെ സെക്ഷൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 22 വരെ ഓൾറെഡി നമ്മൾ ഇതുവരെ പഠിച്ചു. ഇനിയിപ്പോൾ 23 മുതൽ 42 വരെയുള്ള സെക്ഷനുകളാണ് നമ്മളിതിൽ പഠിക്കാനുള്ളത്. അതിൽ തന്നെ സർട്ടൻ സെക്ഷൻസുകളൊന്നും നമുക്ക് ഇപ്പം പഠിക്കണ്ട. എന്ന് വെച്ചാൽ സെക്ഷൻ 24, അതുപോലെ 39, 41 ഇതൊന്നും നമുക്ക് ഇപ്പം ഇതിനകത്തില്ല. സോ റിമൈനിങ് സെക്ഷൻസ് എല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെക്ഷൻസുകളെല്ലാം നമുക്ക് ഇതിലൂടെ പഠിക്കാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ദ ആക്ട് പ്രൊവൈഡ്സ് എ മാനർ വിച്ച് സെക്യൂരിറ്റീസ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസിന് എങ്ങനെയാണ് അവരുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് അണ്ടർ 2 ഹെഡിങ്, അതായത് 2 ഹെഡിങ് ആയിട്ട് 2 പാർട്ടായിട്ടാണ് തിരിച്ചിട്ടാണ് നമുക്കിത് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഫോർ ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ത്രൂ പബ്ലിക് ഓഫർ. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഓഫറിലൂടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പാർട്ട് 1 ഡീൽ ചെയ്യുന്നത്. അതുപോലെ പാർട്ട് 2 ഡീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഓഫ് ഇഷ്യൂ സെക്യൂരിറ്റീസ് ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ എന്താ പറയുന്നത്, സെക്യൂരിറ്റീസ് ഇഷ്യൂ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും അതുപോലെ ഇഷ്യൂ ത്രൂ പബ്ലിക് ഓഫറും. അപ്പോൾ പബ്ലിക് ഓഫർ വഴി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഒന്നാമത്തെ പാർട്ടിൽ. രണ്ടാമത്തെ പാർട്ടിൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനൊരു ചാർട്ട് തന്നിട്ടുണ്ട്. പ്രോസ്പെക്ടസ് അലോട്ട്മെൻറ്റ് നമ്മൾ പറഞ്ഞു സെക്ഷൻ 23 മുതൽ 42 വരെയാണ് സെക്ഷനാണ് ഈ പ്രോസ്പെക്ടസും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് അലോട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ്. ഒന്ന് പബ്ലിക് കമ്പനിയും 2 പ്രൈവറ്റ് കമ്പനിയും. അപ്പോൾ ഈ പബ്ലിക് കമ്പനിയും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയും ഉണ്ട്. ഇതിനകത്തൂടെ വരുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതും അതിൻ്റെ റിലേറ്റഡ് മാറ്റേഴ്സും കണ്ടെയ്ൻ ചെയ്തതെന്ന് പറയുന്നത് സെക്ഷൻ 23, 26, 29, 31, 32, 25, 28, 27 ഇത്രയും സെക്ഷനുകളിലൂടെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ റിലേറ്റഡ് മാറ്റേഴ്സും ഡീൽ ചെയ്യുന്നത്. ഇനി സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് സെക്ഷൻ 39 പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെനാലിറ്റിയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് 34, 35, 36, 37, 447 ഒക്കെയാണ്. 447 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട പണിഷ്മെൻറ്റിനെ പറ്റി റിലേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണെങ്കിൽ സെക്ഷൻ 42 ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പം പബ്ലിക് ഓഫറുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വരുന്നത് 23 മുതൽ 41 വരെയുള്ള സെക്ഷനിലും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വരുന്നത് 42 എന്നുള്ള സെക്ഷനിലുമാണ്. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. One of the advantages of floating company is raising capital from a public at a large or from a defined group or inner circle, pre-known selected group of person. 3 തരത്തിലുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഒരു കമ്പനിക്ക് അതിൻ്റെ ഫണ്ട് റേസ്, അതിൻ്റെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് 3 രീതിയുണ്ട്. അത് ഏതൊക്കെ രീതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് അറ്റ് ലാർജ്. ഒന്നേതാ പബ്ലിക് അറ്റ് ലാർജ്, അതായത് പബ്ലിക്കിലേക്ക് മൊത്തം പബ്ലിക്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യാനുള്ള അവകാശം. അല്ലെങ്കിൽ ഫ്രം എ ഡിഫൈൻഡ് ഗ്രൂപ്പ്, ഒരു സെർട്ടൻ ഗ്രൂപ്പ്, ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്നർ സർക്കിൾ, പ്രീനോ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ചില സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സണിൽ നിന്നും മാത്രം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുമുള്ള 3 രീതികളിലൂടെയാണ്
ഒരു കമ്പനി എന്ന് പറയുന്നത് അതിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്യുന്നത്. അപ്പം അടുത്ത നമുക്ക് നോക്കാം. വെൻ എ capital is raised from a public at large, it is undertaken through the medium of public offer. അപ്പം പബ്ലിക് അറ്റ് ലാർജ്, അതായത് മൊത്തം പബ്ലിക്കിലേക്ക് ഓഫർ കൊടുത്തിട്ട് ഫണ്ടുകളെല്ലാം പബ്ലിക്കിൽ നിന്ന്, പബ്ലിക് അറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തിച്ചിട്ട് അവിടുന്ന് എന്താ പറയുന്നത്, ഇഷ്ടമുള്ളവരിൽ നിന്നും ഇത് കളക്ട് ചെയ്യുന്ന രീതിയാണ് പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത്. അതാണ് പബ്ലിക് ഓഫറിൽ വരുന്നത്. അതുപോലെ തന്നെ വെൻ ഇറ്റ് ഈസ് റൈസ്ഡ് ഫ്രം എ ഡിഫൈൻഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ്സ് ഓഫ് ഇറ്റ്. അപ്പോൾ ഒരു ഡിഫൈൻഡ് ഗ്രൂപ്പിൽ നിന്ന് മാത്രം ആണ് ഈ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ് അതിന് പറയുന്നത്. Acquisition of capital is inflow of funds is issued and it needs advertisement which should be in accordance with the relevant legal provisions so that no investor is defrauded or cheated. അപ്പോൾ ഇതിന് ഈ ഇൻഫ്ലോ ഓഫ് ഫണ്ട്സ്, നമ്മൾ ഫണ്ട് ഇൻഫ്ലോ ചെയ്യുന്നതിന് മീൻസ് കമ്പനിക്ക് ക്യാപിറ്റലിനെ അക്വിസിഷൻ ചെയ്യുന്നതിനുള്ള ഫണ്ട് ഇൻഫ്ലോ ചെയ്യുന്നതിന് എന്തോ ചെയ്യണം, അതിന് അഡ്വർടൈസ്മെന്റ് വരണം. കാരണം ഒരു ഇൻവെസ്റ്ററും എന്തോ ചെയ്യാൻ പാടില്ല, പറ്റിക്കപ്പെടാനോ അല്ലെന്നുണ്ടെങ്കിൽ ചതിയിൽപ്പെടാനോ പാടില്ല. അതിനാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. The successful closure of the application process, securities are allotted to the investor which cloud then listed on an appropriate segment of a recognized stock exchange and fulfills due formalities. അപ്പം ഇപ്പോൾ പബ്ലിക്കിലേക്ക് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ അവർ ചീറ്റ് ചെയ്യപ്പെടാനോ ഇത് ചെയ്യപ്പെടാനോ പാടില്ല. അതുകൊണ്ട് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂവിലാണ് ഈ കാര്യങ്ങളെല്ലാം, അതിൻ്റെ ഒരു ഫോർമാലിറ്റീസ് പെടുത്തിക്കൊണ്ട് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് എന്താ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഫണ്ട് റേസ് ചെയ്യുന്നത്. As already mentioned, the provision related to raising of capital such an issue of prospectus, allotment of securities, etc. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിങ് ക്യാപിറ്റൽ എന്ന്, ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് ഒരു കമ്പനി അതിൻ്റെ ക്യാപിറ്റലിനെ റൈസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു. പാർട്ട് 1 എന്ന് പറയുന്നത് പബ്ലിക് ഓഫറിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്നത് പബ്ലിക് ഓഫറിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. അതെന്ന് പറയുന്നത് സെക്ഷൻ 23 മുതൽ 41 വരെയുള്ള സെക്ഷനാണ് പാർട്ട് 1 ഡീൽ ചെയ്യുന്നത്. അതുപോലെ പാർട്ട് 2 എന്ന് പറയുന്നത് റിലേറ്റഡ് ടു പ്രൈവറ്റ് പ്ലേസ്മെന്റ്. അപ്പം പാർട്ട് 2 പ്രൈവറ്റ് പ്ലേസ്മെന്റും പാർട്ട് 1 പബ്ലിക് ഓഫർ. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 42 ആണ് ഡീൽ ചെയ്യുന്നത്. ഇത്രയാണ് മെയിനായിട്ടും ഈ ചാപ്റ്റേഴ്സിനകത്ത് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പബ്ലിക് ഓഫറും ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റിനെ പറ്റി നമുക്കതൊരു ചാർട്ട്, ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിലൂടെ നമുക്ക് പറയാം. പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് ടു പബ്ലിക് കമ്പനിയിൽ പ്രോസ്പെക്ടസ് ഏത് വഴിയൊക്കെ അതിന് ഫണ്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ പ്രോസ്പെക്ടസ് ഓർ പബ്ലിക് ഓഫർ. അപ്പോൾ പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ പബ്ലിക് ഓഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് കമ്പനി കനോട്ട് മേക്ക് പബ്ലിക് ഓഫർ. പ്രൈവറ്റ് കമ്പനിക്ക് ഒരു കാരണവശാലും പബ്ലിക് ഓഫർ ചെയ്യാൻ പറ്റത്തില്ല. അത് പബ്ലിക് കമ്പനിക്ക് മാത്രമേ പബ്ലിക് ഓഫർ നടത്താൻ പറ്റത്തുള്ളൂ, പ്രോസ്പെക്ടസ് ത്രൂവിൽ നടത്താൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് കമ്പനിക്ക് അതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അതിന് പറ്റത്തില്ല. പബ്ലിക് കമ്പനിക്ക് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി നടത്താം ഫണ്ട് റൈസ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സർട്ടൻ ഇതിൽ ലിമിറ്റഡ് ഒരു ഇന്നർ ഗ്രൂപ്പിൽ നിന്ന് മാത്രം ഫണ്ട് റൈസ് അതുവഴി നടത്താം. അതുപോലെ റൈറ്റ് ഇഷ്യൂ, അതുപോലെ ബോണസ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അതിനകത്ത് ഒരു ഡിസ്കൗണ്ടിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യും. അതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അവർക്കൊരു പ്രിവിലേജസ് ഉണ്ട്, അവർക്കൊരു റൈറ്റ് ഉണ്ട്. അങ്ങനെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന അങ്ങനെ വഴിയുണ്ട്. അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂ ഉണ്ട്. ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കമ്പനി വളരെ പ്രോഫിറ്റബിളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ റിസർവിലേക്കൊക്കെ എമൗണ്ട് മാറ്റി വെക്കും. സോ ആ എമൗണ്ടിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്തോ ചെയ്യും, ബോണസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ബോണസ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ബോണസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ റിസർവ് എമൗണ്ട് എന്തോ ചെയ്യും, ക്യാപിറ്റലൈസ് ചെയ്ത് അതെന്തോ ചെയ്യും, ക്യാപിറ്റലിലേക്ക് മാറുകയും ചെയ്യും. റിസർവിൽ നിന്ന് അതൊരു ക്യാപിറ്റലിലേക്കായി മാറുകയും ചെയ്യും. സോ അങ്ങനെയൊക്കെയുള്ള രീതികളിലൂടെ പബ്ലിക് കമ്പനിക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യുക, ഫണ്ട് ക്യാപിറ്റലായിട്ട് റൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയുടെ ഈ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് 3 രീതിയിലുള്ള പബ്ലിക് ഓഫറാണ്. ഒന്നെന്ന് പറയുന്നത് IPO ഉണ്ട്, FPO ഉണ്ട്,
OFS ഉണ്ട്. ഈ IPO എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്നാ പറയുന്നത്. ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന്റെ ആദ്യത്തെ ഒരു കമ്പനി പബ്ലിക് കമ്പനിയുടെ ആദ്യത്തെ ഇനിഷ്യൽ എന്ന് പറയുന്നത് ആദ്യത്തെ ഓഫറാണ്. പ്രോസ്പെക്ടറിൽ ഫണ്ട് റേസ് ചെയ്യുന്ന ഓഫറാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫർദർ പബ്ലിക് ഓഫർ വരുന്നത്. ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് ഈ കമ്പനി ലിസ്റ്റ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ത്രൂ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയിട്ട് ഓഫർ വെക്കുന്നതാണ് ഫർദർ പബ്ലിക് ഓഫർ, FPO എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OFS എന്ന് പറയുന്നത് തേർഡ് കാറ്റഗറിയാണ്. OFS എന്ന് പറയുന്നത് ഓഫർ ഫോർ സെയിൽ എന്നാണ്. ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, ഈ അതായത് ഈ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ പ്രൊമോട്ടറും അവരെ ഉണ്ടല്ലോ. സോ അവരുടെ കയ്യിൽ കുറേ ഷെയർസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഷെയർസ് ഉള്ളത് അവരെന്തോ ചെയ്യുന്നു, ഈ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയിട്ട് അവരുമായിട്ട് അവർ ഡീൽ ചെയ്യും. അവരുടെ കയ്യിലുള്ള ഷെയർസ് എന്തോ ചെയ്യും, അവർ സെയിൽ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിൽക്കാനായിട്ട് ഓഫർ ആകും. അപ്പോൾ അതിനകത്ത് നിന്ന് ആൾക്കാർക്ക് എന്താ വാങ്ങിക്കാൻ സാധിക്കും. അതാണ് ഈ OFS എന്ന് പറയുന്നത്. അപ്പം 3 രീതിയിലുള്ളതാണ്. ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് ആദ്യം ചെയ്യുന്ന ഓഫറാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ. ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് അത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്നത്. പിന്നെ OFS എന്ന് പറയുന്നത് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഇതെല്ലാം പബ്ലിക് കമ്പനിയുമായിട്ടും പബ്ലിക് ഓഫറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ പ്രൈവറ്റ് കമ്പനിയുടെ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ 3 തരത്തിലേ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് പ്ലേസ്മെന്റ്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ. ഓക്കെ, ഈ 3 കേസിന് മാത്രമേ പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് പറ്റത്തുള്ളൂ, അവർക്ക് ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത മെയിനായിട്ട് പഠിക്കാം. ആസ് പെർ സെക്ഷൻ 23(1) എ പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ്. ഒന്നാമത്തേന്ന് പറയുന്നത് ടു പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ് ഹിയറിംഗ് റെഫർ ടു പബ്ലിക് ഓഫർ ബൈ കംപ്ലൈങ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് പാർട്ട് 1. അപ്പം പാർട്ട് 1 എന്ന് പറയുന്നത് പബ്ലിക് ഓഫർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പബ്ലിക് ഓഫറിൻ്റെ അത് കംപ്ലൈ ചെയ്തുകൊണ്ടുള്ള പബ്ലിക് ഓഫർ വഴി പ്രോസ്പെക്ടസ് വഴിയിട്ട് അതുവഴി പബ്ലിക്കിൻ്റെ ഇടയിൽ ത്രൂ പ്രോസ്പെക്ടസ് വഴി, അതിനെയാണ് നമ്മൾ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അങ്ങനെ എന്തോ ചെയ്യാം, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം. ഏർക്ക്? പബ്ലിക് കമ്പനിക്ക് മാത്രമാണ് ഈ ഒരു രീതിയിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ ത്രൂ പബ്ലിക് ഓഫർ വഴി. അതുപോലെ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ് കംപ്ലൈൻ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് പാർട്ട് 2. പാർട്ട് 2 പറഞ്ഞിരിക്കുന്ന പാർട്ട് 2 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 42 ഡീൽ ചെയ്യുന്ന പാർട്ട് 2 കംപ്ലൈ ചെയ്തുകൊണ്ട് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴിയും പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാം, അവരുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ത്രൂ റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ വഴിയും അതുപോലെ തന്നെ ബോണസ് ഇഷ്യൂ വഴിയിലും ഈ പബ്ലിക് കമ്പനിക്ക് അതിൻ്റെ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊവിഷൻ ഓഫ് ദ ആക്ട് ഇൻ കേസ് ഓഫ് ലിസ്റ്റഡ് കമ്പനി ഓർ കമ്പനി വിച്ച് ഇന്റൻസ് ടു ഗെറ്റ് സെക്യൂരിറ്റി ലിസ്റ്റഡ് ആൾസോ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 ആൻഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ മെയ്ഡ് ദെയർ അണ്ടർ. അപ്പോൾ ലിസ്റ്റഡ് കമ്പനീസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെബിയുടെ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് മാത്രമല്ല സെബിയുടെ ഗൈഡ് ലൈൻസും കൂടി അവർക്ക് ബാധകമാണ്. അപ്പോൾ ആ ഗൈഡ് ലൈൻസിലൂടെ കൂടി മാത്രമേ എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർ ഈ ലിസ്റ്റഡ് കമ്പനീസുകളെല്ലാം അവരുടെ സെക്യൂരിറ്റീസ് എന്താ പറയുന്നത് ലിസ്റ്റഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സോ സെബിയുടെ ഗൈഡ് ലൈൻസും കൂടി അവർ ഫോളോ ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. അത് സെക്ഷൻ 23(1) പബ്ലിക് കമ്പനിയുടെ. ഇനി സെക്ഷൻ 23(2) പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് നോക്കാം. പ്രൈവറ്റ് കമ്പനിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ബൈ വേ ഓഫ് റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ, ഇതുവഴിയിലൂടെ പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ മീൻസ് ഇതെല്ലാം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇത് കൊടുക്കാം. സോ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെ കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെർട്ടൻ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ട് ഉള്ള ആളുകൾക്ക് മാത്രം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അവരിലൂടെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് കളക്ട് ചെയ്യുന്നത്, അത് മീൻസ് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് കളക്ട് ചെയ്യുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. അതുപോലെ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, ഇതിലൂടെ മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. By way of explanation, it provides that public offer includes initial public offer IPO or further public offer. അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്.
ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലനേഷൻ കണ്ടു കഴിഞ്ഞു. ഈ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഓഫർ ഇൻക്ലൂഡ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ, ഫർദർ പബ്ലിക് ഓഫർ, അതുപോലെ തന്നെ ഓഫർ ഓഫ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഈ 3 എന്താന്ന് നമ്മൾ കണ്ടു. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മീനിങ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ മീനിങ് എന്താണ്? സെക്യൂരിറ്റീസ് എന്ന് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ സെക്ഷൻ 281 the term securities means the securities as defined in clause H section 2 of the Securities Contract Regulation Act 1956. നമ്മൾ ആദ്യത്തെ ഫസ്റ്റിൽ നമ്മളൊരു എക്സ്പ്ലനേഷൻ പഠിച്ചപ്പോൾ അവിടെ തന്നെ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ചില ടേമുകൾക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തില്ലെങ്കിൽ പോലും അതിനെ റിലേറ്റ് ചെയ്യുന്ന ആക്റ്റിലും കൊടുത്തിരിക്കും. സോ അതും ഇവിടെ ബാധകമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യം അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനീസ് ആക്ടിനകത്ത് കംപ്ലൈ ചെയ്യാത്തത് എന്തോ ചെയ്യും, അതിനെ റിലേറ്റ് ചെയ്യുന്ന ആക്റ്റിൽ എന്താണോ പറയുന്നത് അതും കൂടി ഇതിന് ബാധകമാണ്. നമ്മൾ ആദ്യമേ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഇതിൻ്റെ ഡിഫിനിഷൻ പാർട്ട് പഠിച്ചപ്പം പറഞ്ഞായിരുന്നു. സോ അതിനെ ഒറ്റുകൊണ്ട് ഇതിൻ്റെ ഡിഫിനിഷൻ നമുക്ക് നോക്കാം എന്താണെന്ന്. സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ഒന്നെന്ന് പറഞ്ഞാൽ ഷെയർസ്, സ്ക്രിപ്സ് എന്ന് പറയുന്നത് ഷെയർസിൻ്റെ വേറൊരു പേരാണ്. അതിൻ്റെ അതേ സെയിം പേര് തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അതേ പേര് തന്നെയാണ്. സ്ക്രിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസിൻ്റെ വേറൊരു പേരെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റോക്സ്, ബോൺസ്, ഡിബഞ്ചർ സ്റ്റോക്ക് ഓർ അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേപ്പബിൾ ഓഫ് ബീങ് ബ്രോട്ട് ഓർ സോൾഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമ്മൾ എന്താ പറയുക വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സെക്യൂരിറ്റീസാണ് ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തോ ചെയ്യാം, ഇതിനെല്ലാം സെക്യൂരിറ്റീസിൻ്റെ ഇൻക്ലൂഡിങ് ആണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് സച്ച് ഷെയർസ്, സ്ക്രിപ്സ്, സ്റ്റോക്സ്, ബോൺസ്, ഡിബഞ്ചേഴ്സ് ഇതിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കൂട്ടം എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഡെറിവേറ്റീവും ഇതുപോലെ സെക്യൂരിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. യൂണിറ്റ്സ് ഓർ എനി അതർ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എനി കളക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് സ്കീം ടു ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ സച്ച് സ്കീം. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ഇഷ്യൂ ചെയ്യുന്ന ഏതെങ്കിലും യൂണിറ്റ്സ് ഓർ എനി അതർ ഇൻസ്ട്രുമെൻറ്റ് അങ്ങനെയുള്ളതും എല്ലാം എന്താ പറയുന്നത് ആ സ്കീം വഴി വരുന്ന ഇതെല്ലാം സെക്യൂരിറ്റീസിന് അണ്ടറിൽ വരും. അതുപോലെ സെക്യൂരിറ്റി റെസിപ്റ്റ് ആസ് ഡിഫൈൻഡ് ഇൻ കസ്റ്റഡി ഓഫ് സെക്ഷൻ 2 ഓഫ് ദ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. അപ്പോൾ ഈ ആക്ട് പ്രകാരം ഉള്ള സെക്യൂരിറ്റി റെസിപ്റ്റും എല്ലാം ഈ പറയുന്ന സെക്യൂരിറ്റി നമ്മൾ ഈ പറയുന്ന ഡിഫിനിഷൻസിൻ്റെ ടേമിൽ വരുന്നതാണ്. ഇത്രയുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ്സ് ഓർ എനി അതർ സച്ച് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ടു ദ ഇൻവെസ്റ്റേഴ്സ് അണ്ടർ എനി മ്യൂച്വൽ ഫണ്ട് സ്കീമുമായിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റോ യൂണിറ്റോ ഇതെല്ലാം സെക്യൂരിറ്റീസ് അണ്ടറിൽ വരും. എന്നാൽ ഇതിനകത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്താണ് ഈ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഫോർ റിമൂവൽ ഓഫ് ഡൗട്ട്സ് ഈസ് ഹിയർ ഡിക്ലെയർ സെക്യൂരിറ്റി ഷാൾ നോട്ട് ഇൻക്ലൂഡ്, സെക്യൂരിറ്റി ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യില്ല, എനി യൂണിറ്റ്സ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി or scripts or any other such instrument or unit by whatever name called which provides a combined benefit risk on the life of the person and investment by such a person and issued an insurer referred to clause 9 of section 2 of the Insurance Act 1938. അതായത് യൂലിപ്സ് എന്ന് പറയും. നമ്മൾ യൂലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂലിപ്സിനകത്ത് ബന്ധപ്പെട്ട് വരുന്ന ഈ ഇൻഷുറൻസുകളുണ്ട്. അപ്പം അതിനകത്ത് വരുന്ന അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ് മാത്രമല്ല, ഈ ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റും കൂടി ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് അതിനകത്തുണ്ടാകുന്ന ഈ പറയുന്ന ഈ ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന ടേം എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മളുടെ സെക്യൂരിറ്റീസ് ഡെഫിനിഷനിൽ വരത്തില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെബി അല്ല ഇതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഇൻഷുറൻസ് ആക്ടിൻ്റെ ഇതെന്ന് പറയുന്നത് IRDA, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അവരാണ് ഇത് ഡീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇതൊരിക്കലും നമ്മളീ പറയുന്ന ഡെഫിനിഷൻ്റെ അണ്ടറിനകത്ത് വരുന്നതല്ല, യൂലിപ്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് വരുന്ന എല്ലാം. അതുപോലെ തന്നെ
അടുത്ത പോയിന്റ്സ് എനി സർട്ടിഫിക്കറ്റ് ഓർ ഇൻസ്ട്രുമെന്റ് ബൈ വാട്ട് എവർ നെയിം കാൾഡ് ഇഷ്യൂഡ് ടു ആൻ ഇൻവെസ്റ്റർ by any issuer being a special purpose distinct entity which possesses any debt or receivable includes mortgage debt assigned to such entity and acknowledging beneficial interest of such investor on such debt or receivable including mortgage debt as in the case may be. അപ്പോൾ ഇതുപോലെ തന്നെ മോർട്ട്ഗേജ് ഡെപ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ ഏതെങ്കിലും അതായത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഡിസ്റ്റിങ്ക്ട് എൻറ്റിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഡെപ്റ്റ് മീൻസ് ഒരു കടമായിട്ടുള്ള എന്തെങ്കിലും ഡെപ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്താ പറയുന്നത് അതും ഈ സെക്യൂരിറ്റി മീൻസ് ലോണായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതെല്ലാം എന്തോ ചെയ്യുന്നു ഈ സെക്യൂരിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇതിനകത്ത് വരുന്നതാണ്. അതുപോലെ സച്ച് അതർ ഇൻസ്ട്രുമെന്റ് ആസ് മേ ബി ഡിക്ലെയർ ബൈ സെൻട്രൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം ഈ സെക്യൂരിറ്റീസിന്റെ പാർട്ടാണ്. അതുപോലെ തന്നെ റൈറ്റ്സ് ഓർ ഇൻട്രസ്റ്റ് ഇൻ സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് ഇതെല്ലാം എന്താ പറയുന്നത് നമ്മുടെ ഈ സെക്യൂരിറ്റീസിന്റെ ഡെഫിനിഷൻസിനകത്ത് കവർ ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടും സെക്യൂരിറ്റീസ് എന്ന മീനിങ്ങിനുള്ളിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 23 പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്ന സംഗതികൾ എന്താണ് നമുക്കൊരു ഒരു കുറച്ചും കൂടി ഒന്ന് എളുപ്പം അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് ഓഫർ ഇൻക്ലൂഡിങ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ, അതുപോലെ ഫർദർ പബ്ലിക് ഓഫർ, അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇതെല്ലാം പബ്ലിക് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് അത് പബ്ലിക് കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഓഫർ സാധ്യമാണ്. പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് കിട്ടത്തില്ല, നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ പബ്ലിക് ഓഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് പറ്റത്തില്ല, പബ്ലിക് ഓഫർ നടത്താൻ പറ്റത്തില്ല. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനിക്കും പറ്റും, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിക്കും പറ്റും. പ്രൈവറ്റ് പ്ലേസ്മെന്റ് അതായത് സർട്ടൻ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന കുറച്ച് ഇൻഡിവിജ്വൽസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് രണ്ടിനും പറ്റും. അതുപോലെ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് പബ്ലിക് കമ്പനിക്കും പറ്റും, അതുപോലെ പ്രൈവറ്റ് കമ്പനിക്കും പറ്റും. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു റൈറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് റേറ്റിന് കൊടുക്കും. അത് ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ആ റൈറ്റ് ഉണ്ട്. അവർക്കാണ് പ്രിവിലേജസ്. അപ്പോൾ അവർക്കാണ് ആ ഷെയർസ് ആദ്യം ഇഷ്യൂ. അപ്പോൾ അവർക്ക് ആ ഡിസ്കൗണ്ട്, അത് നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കുന്നതാണ്. ആ റൈറ്റ് ഇഷ്യൂ ഉള്ള ഷെയർസ് വേണമെന്നുണ്ടെങ്കിൽ വേറെടുത്ത് കൊടുക്കുക. അതൊക്കെ പിന്നീടുള്ള മാറ്ററാണ്. എനിവേ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നതും അതുപോലെ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് പറഞ്ഞു റിസർവിലേക്കുള്ള എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അത് നമ്മുടെ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. അതൊക്കെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. അത് രണ്ട് പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും മാറ്റും. അതുപോലെ കംപ്ലയൻസ് വിത്ത് സെബി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഫോർ എ ലിസ്റ്റഡ് കമ്പനി ഓർ എ കമ്പനി പ്രൊപ്പോസ്ഡ് ടു ബി ലിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ലിസ്റ്റ് ചെയ്തതും അത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതിനും എല്ലാം എന്ത് ചെയ്യുന്നത് പബ്ലിക് കമ്പനിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ സെബിയുടെ ഗൈഡ് ലൈൻസ് കംപ്ലൈ ചെയ്യണം. പ്രൈവറ്റ് കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പബ്ലിക് ഓഫർ ചെയ്യുന്നില്ല. അപ്പോൾ പബ്ലിക് ഓഫർ ചെയ്യുന്നത് കൊണ്ട് പബ്ലിക് കമ്പനിക്ക് അത് ലിസ്റ്റഡ് കമ്പനി അല്ലെങ്കിൽ ലിസ്റ്റഡ് ആവാൻ പോകുന്നത് മീൻസ് ഈ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് പബ്ലിക് കമ്പനിയൊക്കെ മാറുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് പ്രൊപ്പോസ്ഡ് ബി ലിസ്റ്റഡ്ക്കെല്ലാം ഈ സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം അവർ ആദ്യം ചെയ്യുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറാണ്. അതിനകത്ത് ലിസ്റ്റഡ് എന്നൊന്നുമില്ല. ലിസ്റ്റഡ് അല്ലെങ്കിൽ പോലും ഇനിഷ്യൽ പബ്ലിക് ഓഫർ ആദ്യമേ നടത്തും. അതിനുശേഷം ഫോർദർ പബ്ലിക് ഓഫറൊക്കെയാണ് ലിസ്റ്റഡ് ആയതിനു ശേഷമൊക്കെ കമ്പനിക്ക് നടത്താൻ പറ്റും. അത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അപ്പോഴാണ് ഈ സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കംപ്ലൈ ചെയ്യപ്പെടേണ്ടി വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലായിട്ട് നമ്മൾക്ക് പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. അപ്പം നമ്മൾ സെക്ഷൻ 23 ആണ് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്തത്. സെക്ഷൻ 23 എന്ന് പറയുന്നത് ആണ് നമ്മൾ ഈ പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും ഒക്കെ പഠിച്ചത്. സോ ഇതുവരെയുള്ള എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പ്രോസ്പെക്ടസ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. താങ്ക് യു.